എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് കേസ് ചീറ്റിൽ പറഞ്ഞിരിക്കുന്ന കണക്ക് അത്രയും വലിയ തുകയൊന്നും അല്ല മിസ്റ്റർ ഗോ കൈക്കൂലിയായി കൊടുത്തത്, വെറും $50 ആണ് എന്നത് പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഫോട്ടോസ് ഡെവലപ്പ് ചെയ്തങ്ങനെ വേഗം കോർട്ടിലേക്ക് സിയോൺ പുറപ്പെടുന്നുണ്ട്. പക്ഷെ പോകുന്നതിന്റെ ഇടയിൽ അവളെ ഒരാൾ തട്ടുകയും അവളുടെ കയ്യിലുണ്ടായിരുന്ന ഫോട്ടോസ് ഒക്കെ മറിഞ്ഞ് വെള്ളത്തിലേക്ക് വീഴുകയും ചെയ്യുന്നു. തുടർന്ന് അത് ഉപയോഗശൂന്യമായി പോകുന്നുണ്ട്. അവൾ ആകെപ്പാടെ പതർന്നു. ഇതേ ടൈം കോടതിയിൽ വിചാരണ ആരംഭിച്ചിരുന്നു. മിസ്റ്റർ ഗോവിനോട് നിങ്ങൾ $1.5 ലക്ഷം കൈക്കൂലി കൊടുത്തു എന്നത് സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ അല്ല, വെറും $50 ആണ് എന്നയാൾ പറയുമ്പോൾ തെളിവ് എവിടെയെന്ന് കോടതി ചോദിക്കുന്നുണ്ട്. ഈ സമയം കുറച്ച് രേഖകളുമായിട്ടായിരുന്നു അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അവൻ ആ ഡോക്യുമെന്റ്സ് കോടതിയുടെ മുന്നിൽ സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. വെറും $10,000 ഹെൽമറ്റ് കച്ചവടത്തിന് ഈ നാട്ടിലേക്ക് എത്തി ഞങ്ങൾ എങ്ങനെ ആ ഒരു കച്ചവടം ചെയ്യാൻ $1.5 ലക്ഷം കൈക്കൂലി കൊടുക്കും? ഒരിക്കലും അത്രയും ഞങ്ങൾ കൈക്കൂലി കൊടുത്തിട്ടില്ല എന്നല്ല അവൻ പറയുമ്പോൾ, പക്ഷെ അതൊരു സോളിഡ് എവിഡൻസ് ആയി കോടതി കണക്കാക്കുന്നില്ല. മറ്റെന്തെങ്കിലും തെളിവുണ്ടോ എന്ന് അവർ ചോദിക്കുന്ന ടൈമാണ് അങ്ങോട്ടേക്ക് സിയോന്റെ വരവ്. സിയോണിനെ കണ്ടപാടെ എന്തായി ഫോട്ടോസ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഫോട്ടോസ് കയ്യിൽ നിന്ന് വെള്ളത്തിൽ വീണ് നശിച്ചുപോയി, എന്റെ അതിന്റെ ഫിലിം ഇപ്പൊ ഉള്ളൂ എന്ന് സിയോൺ പറയുന്ന ടീം എങ്കിൽ ആ ഫിലിം ഇങ്ങത്താന്നും പറഞ്ഞ് വേഗം അവിടുത്തെ ലൈറ്റ് അനുവാദത്തോടു കൂടി ഓഫ് ചെയ്ത് ഒരു ടോർച്ചും എടുത്തു അവൻ ആ ഫിലിം യൂസ് ചെയ്ത് അങ്ങനെ അതിലെ ഫോട്ടോ അവിടെയുള്ളവരെ കാണിക്കാനായി അവൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഫോട്ടോ ആയി പ്രോസസ് ചെയ്തത് നശിച്ചാലും ഫിലിമിലൂടെ വെട്ടം കടത്തി വിടുമ്പോൾ ഒരു നിഴല് പോലെ വരുമല്ലോ, അതുവഴി എന്താണ് അതിലുള്ളതെന്ന് വ്യക്തമായി ഒരു പ്രൊജക്ടർ വഴി കാണിക്കുന്ന കണക്ക് കാണിക്കാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. ഇതിൽ ഞങ്ങൾ പോർട്ടില് എത്തിയപ്പോൾ മുതലുള്ള സർവ്വ കാര്യങ്ങളും ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതിനകത്തുള്ള ഡേറ്റും ടൈമും ഒക്കെ വെരിഫൈ ചെയ്താൽ മനസ്സിലാവും ഇത് ഞങ്ങൾ ഫാബ്രിക്കേറ്റ് ചെയ്ത ഒന്നുമല്ല. $50 കൊടുത്തു എന്നത് ശരിയാണ്, പക്ഷെ അദ്ദേഹം ഇതൊരു ഗിഫ്റ്റ് കണക്കാണ് കൊടുത്തത്, കൈക്കൂലി എന്ന രീതിക്കല്ല. അങ്ങനെയാണെങ്കിൽ വലിയ തുക കൊടുത്തൂടെ? എന്തായാലും ചെയ്തത് തെറ്റ് തന്നെയാണെന്ന് സമ്മതിക്കാം. അതുകൊണ്ട് അതിനുള്ള തെറ്റ് ഏറ്റുവാങ്ങാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ ഞങ്ങളുടെ മേളിൽ ആരോപിച്ച് അത്രയും വലിയ തുകയൊന്നും കൈക്കൂലിയായി കൊടുത്തിട്ടില്ല, അതൊന്ന് പ്രൂവ് ചെയ്യണമായിരുന്നു എന്നിങ്ങനെ അവൻ പറയുമ്പോഴേക്കും കോടതിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ കൊടുത്ത ആ ഒരു ചെറിയ കൈക്കൂലിക്കുള്ള ഫൈൻ അടച്ച് കേസ് ക്ലോസ് ചെയ്യാമെന്ന് ജഡ്ജിയും വിധിക്കുന്നു. തുടർന്ന് ജയിൽ മോചിതനാവുന്ന ഗു ഭയങ്കര ഹാപ്പിയായി തേയുടെയും സിയോന്റെയും അടുത്തേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ ഹാപ്പി നിൽക്കുമ്പോഴാണ് സിയോൺ ടൈം ശ്രദ്ധിക്കുന്നത്. അധികം ടൈമില്ല, എത്രയും പെട്ടെന്ന് നമ്മൾ പോർട്ടിലേക്ക് എത്തിയില്ലെങ്കിൽ നമ്മുടെ ഹെൽമെറ്റ് ഒക്കെ തന്നെ അവർ ഡിസ്ട്രോയ് ചെയ്യും. കാരണം ഇങ്ങനെ ഒരു കേസിൽ പെട്ട് ഇവര് ട്രേഡ് ചെയ്യാനേ കൊണ്ടുവന്ന സാധനങ്ങൾ അവിടെ കച്ചവടം ചെയ്യാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ കേസിൽ നിന്ന് ഇപ്പൊ റിലീവ് ആയി എന്ന ഒരു കാര്യം എത്രയും പെട്ടെന്ന് ഡോക്യുമെന്റ് സഹിതം പോർട്ടിൽ കൊണ്ടേ കാണിച്ചില്ലെങ്കിൽ ടൈം ആവുമ്പോഴേക്കും അവർ ഡിസ്ട്രോയ് ചെയ്യും എന്ന കാര്യത്തിൽ ഇവർക്ക് ടെൻഷൻ ആവുന്നുണ്ട്. പക്ഷെ ഹെവി ട്രാഫിക് ആയതുകൊണ്ട് തന്നെ കാറ് വഴി പോകുന്നത് സമയത്ത് അവരെ എത്തിക്കില്ല. അതുകൊണ്ട് ഒരു ബൈക്ക് റെന്റിനെടുത്ത് സിയോണിനും കുട്ടി മിസ്റ്റർ ഗു പോകുന്നുണ്ട്. അപ്പൊ ഞാൻ വരണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ബൈക്ക് രണ്ടുപേർക്കല്ലേ പോകാൻ പറ്റൂ, നീ വേറെ എങ്ങനെയും വാ, ഞങ്ങൾ വേഗം പോയി ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് അവരങ്ങനെ അങ്ങോട്ടേക്ക് പുറപ്പെടുമ്പോൾ ഒരു ഓട്ടോ അവിടെ കാണുകയും അതെടുത്തുകൊണ്ട് പോർട്ടിലേക്ക് പുറപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ പോകുന്ന ടീം തന്നെ ഹെൽപ്പ് ചെയ്യാനായി ഒരുപാട് എഫേർട്ട് എടുത്തതിന്റെ പേരിൽ സിയോണിനോട് ഗു മനസ്സറിഞ്ഞ് താങ്ക്സ് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവർ മുന്നോട്ട് പോകുമ്പോൾ ഒരു പ്ലേസ് എത്തുമ്പോഴേക്കും ആ ഒരു വണ്ടി നിൽക്കുന്നുണ്ട്. തുടർന്ന് അത് സ്റ്റാർട്ട് ആക്കാൻ സാധിക്കാതെ ഇവിടെ ഇനിയും നിന്നാല് ലേറ്റ് ആയി പോവും, ഹെൽമെറ്റിന്റെ കാര്യത്തിൽ ആകെ പ്രശ്നമാവെന്ന് മനസ്സിലാക്കുന്ന സിയോൺ ഞാൻ വേഗം അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു അങ്ങോട്ടേക്ക് പുറപ്പെടും. പക്ഷെ അവളുടെ കയ്യിൽ ഡോക്യുമെന്റ് ഒന്നും ഇല്ല, ഡോക്യുമെന്റ് വണ്ടിയിലാണ്. പെട്ടെന്ന് അത് ഓർക്കാതെയാണ് അവൾ എങ്ങനെയും അവരെ തടയണം എന്ന രീതിക്ക് അങ്ങോട്ടേക്ക് ഓടിച്ചെല്ലുന്നത്. അപ്പോഴേക്കും ഗു നിൽക്കുന്നിടത്തേക്ക് ഓട്ടോ ഓടിച്ചുകൊണ്ട് എത്തുന്നുണ്ടായിരുന്നു. സിയോൺ ഇങ്ങനെ പോർട്ടിലേക്ക് ഓടിപ്പോയെന്ന് അറിയുമ്പോൾ ഇവിടുന്ന് ദൂരം ഉണ്ടല്ലോ പോർട്ട്, അവൾ ഇങ്ങനെ ഓടിപ്പോയി എങ്ങനെ ശരിയാവുന്ന അവൻ വേഗം തന്നെ അയാളും കൂട്ടി അവിടെ നിന്ന് പോർട്ടിലേക്ക് പുറപ്പെടുന്നു. അപ്പോഴേക്കും പോർട്ടിലേക്ക് എത്തുന്ന അവൾ അവരുടെ ഹെൽമെറ്റുകളെ നശിപ്പിക്കാനായി അവർ ആരംഭിച്ചിരിക്കുന്നത് കണ്ട് വേഗം തടയാനായി ഒരുപാട് അവരോട് പറയുന്നുണ്ട്, പ്ലീസ് ഞങ്ങൾക്ക് കോർട്ട് ഓർഡർ കിട്ടിയിട്ടുണ്ട്, ഇപ്പൊ എന്റെ കൂടെയുള്ളവർ വരും, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുന്നു. പക്ഷെ ഓർഡർ ഇപ്പൊ കാണിച്ചു നിർത്താം അല്ലെങ്കിൽ പറ്റില്ല എന്ന മട്ടിൽ അവർ നിൽക്കുമ്പോൾ അവൾ അവരെ തടയാനായി ഹെൽമെറ്റിന്റെ ഇടയിൽ കയറി കിടക്കുന്നുണ്ട്. അവളോട് മാറാൻ പറഞ്ഞിട്ട് മാറാതാവുമ്പോൾ അവളെ തൂക്കിയെടുത്ത് മാറ്റാനായി ഒരു ശ്രമം നടത്തുമ്പോഴേക്കും കറക്റ്റായി അങ്ങോട്ടേക്ക് അപ്പോ എത്തുകയും അവളെ എടുക്കാനായി കൊണ്ടുവന്ന ആ ഒരു മെഷീൻ ഹാൻഡ്സിന്റെ ഇടയിൽ അവന്റെ ഓട്ടോ സ്റ്റക്ക് ആവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഭാഗ്യത്തിന് അവനോ അവൾക്കോ ഒന്നും പറ്റിയിട്ടില്ല. വേഗം തന്നെ കയ്യിലുണ്ടായിരുന്ന ഡോക്യുമെന്റ് എടുത്ത് ഇപ്പൊ ആ ഓപ്പറേറ്റേഴ്സിനെ കാണിച്ച് പ്രോസസ്സ് നിർത്തിക്കാനായി സിയോണിന് സാധിക്കുന്നു. ഞാൻ ലേറ്റ് ആയി പോയല്ലേന്ന് ഇവിടെ വന്ന് കണ്ട ആ ഒരു സാഹചര്യം സിയോൺ അവളുടെ ലൈഫ് പോലും റിസ്കിലാക്കി ഹെൽമെറ്റുകളെ രക്ഷപ്പെടുത്താനായി നോക്കി ആ ഒരു കാര്യം കണ്ട് ചോദിക്കുമ്പോൾ സാരയില്ല, എന്തായാലും ഹെൽമെറ്റ് രക്ഷപ്പെടുത്താനായി നമുക്ക് കഴിഞ്ഞല്ലോ എന്ന് അവൾ പറയുമ്പോഴാണ് ഇവിടെ വന്നിങ്ങനെ ഫോഴ്സിൽ ഓട്ടോ ഇടിച്ചു നിന്നപ്പോൾ നെറ്റിയൊക്കെ പരിക്കേറ്റിരുന്ന കാര്യം അവൾ കാണുന്നത്. കൂടാതെ അപ്പോഴാണ് ഇവരുടെ ഹെൽമെറ്റുകളിലെ ഏറെ ഭാഗവും ആകെ നശിച്ചിട്ടുണ്ട്, ഉപയോഗശൂന്യമായി മാറിയിട്ടുണ്ട് എന്നത് അവർ കാണുന്നത്. ഇത്രയും റിസ്ക് എടുത്ത് ചെയ്തിട്ടും ഹെൽമെറ്റ് മുഴുവൻ സേവ് ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്ന് സിയോൺ അത് കാണുമ്പോൾ ഭയങ്കര സങ്കടമാവുന്നുണ്ട്. സാരമില്ല, നമുക്ക് ഇനിയും ശ്രമിക്കാം, എല്ലാം നമുക്ക് പഴയതുപോലെ ആക്കിയെടുക്കാൻ സാധിക്കുന്നല്ല അവരവളെ ഭയങ്കരമായി സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ പിന്നീട് ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ വന്നാലും എന്റെ ഭാഗത്താണ് തെറ്റ്, അയാൾക്ക് കാശ് കൊടുക്കരുതെന്ന് സിയോൺ എന്നോട് ഒരുപാട് പറഞ്ഞതാ. പക്ഷെ അവളെക്കാളും സീനിയർ ഞാനാണ്, എന്നോട് കാര്യങ്ങൾ പറയാൻ അവൾ ആരാണ് എന്ന ഒരു ആറ്റിറ്റ്യൂഡിന്റെ പുറത്ത് അഹങ്കാരം കൊണ്ട് ഞാൻ ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയല്ലോ എന്നും പറഞ്ഞ് ഗു സങ്കടപ്പെടുമ്പോൾ നമ്മുടെ കയ്യിൽ ഇനി വളരെ കുറച്ച് ഹെൽമെറ്റുകളേ ഉള്ളൂ. നമ്മളാണ് ഈ ഹെൽമെറ്റ് മുഴുവൻ വാങ്ങിയത് റെഡി ക്യാഷ് കൊടുത്തിട്ട് അല്ല ക്രെഡിറ്റിന് പുറത്തുമാണ്, അത് ഇപ്പൊ നമുക്ക് വിൽക്കാനും സാധിക്കുന്നില്ല, എപ്പോ ആകെ പ്രശ്നമാവില്ല എന്നെല്ലാം സിയോൺ പറയുമ്പോൾ സാരയില്ല, ശരിയാ മുന്നത്തെ അവസ്ഥയല്ല, ഇപ്പൊ കുറച്ച് ഹെൽമെറ്റുകൾ നമുക്ക് നഷ്ടമായി, പക്ഷെ മുന്നത്തേക്കാളും ബെറ്റർ ആയ ഒരു ടീമില് നമ്മളിപ്പോ വന്നിട്ടുണ്ട്. മുന്നേ നമുക്കിടയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ അതൊക്കെ മാറി നമ്മൾ ഒരേ മനസ്സായി പ്രവർത്തിക്കുന്ന ടീമായി മാറിയിട്ടുണ്ട്.
കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് നന്നായി പോകാൻ പറ്റും. ആ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. എന്തായാലും ഒരു വഴി വരുമെന്നല്ല ഇവരെ തേ സമാധാനിപ്പിക്കുന്നു. അങ്ങനൊക്കെ അവൻ പറയുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നെറ്റിലെ മുറിവിലൊക്കെ അവൻ ഇങ്ങനെ തലോടുന്നുണ്ടായിരുന്നു. അവന് വല്ലാതെ വേദന എടുക്കുന്നു. അത് ശ്രദ്ധിക്കുന്ന സിയോൺ ആകട്ടെ പിന്നീട് ഗു ഇറങ്ങിയ ശേഷം തേക്ക് മരുന്ന് വെക്കാനേ വരുന്നുണ്ട്. ആ ടീം അടുത്ത് വന്നാല് അൺകംഫർട്ടബിൾ ആയി ഫീൽ ചെയ്യുന്ന പറഞ്ഞ ആളെന്തിനാ ഇപ്പൊ അടുത്ത് വന്നിരുന്ന് മരുന്ന് വെക്കുന്നതെന്ന് അവൻ അവളോട് ചോദിക്കുമ്പോൾ അവൾ ഒന്നും മിണ്ടാതെ ചിരിക്കുകയാണ്. തുടർന്ന് അവൻ അവളെ കിസ് ചെയ്യുകയും അവരങ്ങനെ ഹാപ്പിയായി അവിടെ ടൈം സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ അടുത്ത ദിവസം തേയും സിയോണും കൊറിയയിലേക്ക് തിരിച്ചു പോവാണ്. ഗു വരുന്നില്ല. ഗു ഇവിടെ ഇവർക്ക് കേടൊന്നും സംഭവിക്കാതെ കിട്ടിയിരിക്കുന്ന ഹെൽമെറ്റ് ഉണ്ടല്ലോ അതിന്റെ കച്ചവടങ്ങൾക്കായി ഇവിടെ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ നാട്ടിലേക്ക് തിരിച്ചെത്തുന്ന ഇവരാകട്ടെ വീട്ടിലുള്ളവർക്ക് വേണ്ടി കുറച്ച് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നു. അത് അവർക്കൊക്കെ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ ചുറ്റിനുള്ളവരെ ഹാപ്പി ആക്കാനൊക്കെ മാക്സിമം ശ്രമിക്കുന്നുണ്ടെങ്കിലും തേയുടെ ഉള്ളിൽ സത്യത്തിൽ നല്ല ആവലാതിയുണ്ട്. കാരണം മുന്നേ സിയോൺ പറഞ്ഞ കണക്ക് തന്നെ നല്ല എമൗണ്ട് ഇവർക്ക് ഇപ്പൊ നഷ്ടം വന്നിട്ടുണ്ടല്ലോ ഈ ഹെൽമെറ്റ് കച്ചവടത്തിന്റെ പേരിൽ. അത് ബാക്ക് ചെയ്യാൻ ഈ അക്കൗണ്ടിലെങ്ങും കാശില്ല. പിന്നെ ആലോചിച്ച് ഒരേ ഒരു വഴി തൽക്കാലത്തെ നിലനിൽപ്പ് എന്ന രീതിക്ക് തേ കണ്ടെത്തുന്നത് ഇവരിപ്പോ ഓഫീസ് നടത്തുന്ന ഈ ഒരു ലീസിനെടുത്തിരിക്കുന്ന ബിൽഡിങ്ങിന്റെ എഗ്രിമെന്റ് അവസാനിപ്പിച്ച് ബിൽഡിംഗ് അവർക്ക് തിരിച്ചു കൊടുത്ത് ആ എമൗണ്ട് തിരിച്ചിങ്ങ് വാങ്ങുക എന്നതാണ്. അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങുന്ന ടീം അവന് സത്യത്തിൽ ഭയങ്കര സങ്കടമുണ്ട്. പക്ഷെ തൽക്കാലം ആ ഒരു കാശേ എനിക്ക് മുന്നിൽ ഒരു വഴിയുള്ളൂ. എന്തായാലും തിരിച്ച് ഈ ഒരു ഓഫീസ് ബിൽഡിംഗിലേക്ക് തന്നെ ഞാൻ എന്റെ ഓഫീസ് ഷിഫ്റ്റ് ചെയ്യും. അതുവരെ ഒന്ന് തൽക്കാലം പിടിച്ചു നിൽക്കാനായി ഒരു ചെറിയ ഇടവേള എന്നും പറഞ്ഞ് അവനെ തന്നെ ആശ്വസിപ്പിച്ച് അവിടെ നിന്ന് ആവശ്യമുള്ള സാധനങ്ങളും എടുത്തുകൊണ്ട് അന്ന് ഇറങ്ങുകയാണ്. പിന്നീട് അടുത്ത ദിവസം ഓഫീസ് ആവശ്യങ്ങൾക്കായി സിയോണും തേയും ട്രെയിനിൽ യാത്ര ചെയ്യുന്നു. നല്ല തിരക്കായിരുന്നത് കൊണ്ട് തന്നെ വളരെ അടുത്തടുത്താണ് നിൽക്കുന്നത്. സിയോൺ ആകട്ടെ ഇടയ്ക്കിടയ്ക്ക് തേയെ ഓട്ടക്കണ്ണിട്ട് നോക്കുമ്പോൾ ആ പേപ്പർ കൊണ്ട് മുഖം മറച്ചവൻ എന്തിനാണ് ഇങ്ങനെ തന്നെ നോക്കിയിരിക്കുന്നതെന്ന് ചോദിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും പെട്ടെന്ന് അവൾ അങ്ങനെ സ്ലിപ്പായി വീഴാൻ പോകുമ്പോൾ അവനാണ് സേഫ് ആയി പിടിച്ചു നിർത്തുന്നത്. അങ്ങനെ ഹാപ്പിയായി അവർ കുറച്ച് ടൈം ഈ ജോലി തിരക്കുകൾക്കിടയിലും സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഓഫീസിലേക്ക് പോകുമ്പോൾ അങ്ങോട്ടല്ല ഇങ്ങോട്ടെന്നും പറഞ്ഞ് ആ പഴയ ഓഫീസ് ബിൽഡിങ്ങിന് അങ്ങോട്ടേക്ക് നടക്കാനായി തുടങ്ങുന്ന സിയോണിനെ വിളിച്ചുകൊണ്ട് മറ്റൊരു ഡിറക്ഷനിലേക്ക് തേ പോകുന്നുണ്ട്. കൂടാതെ അതേ സ്ഥലത്തേക്ക് തന്നെ ഗുവിനെയും അവരുടെ മറ്റൊരു സ്റ്റാഫിനെയും കൂടി അവൻ എത്തിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ചെറിയ ബിൽഡിങ്ങിന്റെ മുന്നിൽ എത്തുമ്പോൾ ഇതാണ് ഇനി മുതൽ നമ്മുടെ ഓഫീസ് എന്നവൻ പറയുന്ന ടീമാണ് അവർ ഈ കാര്യം അറിയുന്നത് തന്നെ ഇവൻ ഓഫീസ് ബിൽഡിംഗ് മാറ്റിയെന്നത്. ഇത് നാമിന്റെ അമ്മയും നാമും നടത്തിയിരുന്ന റെസ്റ്റോറന്റ് ഉണ്ടല്ലോ അത് പൂട്ടിക്കെട്ടിയില്ലേ ആ ഒരു ബിൽഡിംഗ് ആണിത്. അല്ല എപ്പോഴാ ഈ ഒരു തീരുമാനം എടുത്തത്? ഇനി ഇതാണ് നമ്മുടെ ഓഫീസ് എന്നെല്ലാം അവർ ചോദിക്കുമ്പോൾ ഇത് ടൈഫോൺ ട്രേഡിംഗ് കമ്പനിയുടെ 2.0 വേർഷനായി കണക്കാക്കിയാൽ മതി. എന്തായാലും നല്ലൊരു കാലം എത്തുമ്പോൾ നമ്മൾ തിരിച്ച് പഴയ ബിൽഡിംഗിലേക്ക് തന്നെ ചെല്ലും. പിന്നെ ഓഫീസ് ബിൽഡിംഗ് മാറ്റാം എന്നത് ഞാൻ കുറച്ച് സാമ്പത്തിക ഞെരുക്കം വന്നപ്പോൾ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ്. നിങ്ങളോട് അതുകൊണ്ട് അറിയിക്കാനായി സാധിച്ചില്ല, സോറി എന്നല്ല അവൻ കൂടെയുള്ളവരോട് പറയുന്നുണ്ട്. അങ്ങനെ അവർ വേഗം അവിടെയൊക്കെ അറേഞ്ച് ചെയ്ത് അവരുടെ ഒരു ഓഫീസ് രീതിയിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോഴാണ് നാം അങ്ങോട്ടേക്ക് വരുന്നത്. തുടർന്ന് നാമും തേയും ഒക്കെ ഇരുന്ന് സംസാരിക്കുന്നു. ഈ നാമിനെ ഇവിടെ വെച്ച് കാണുമ്പോഴും സിയോണിന് അറിഞ്ഞൂടാ ഇത് തന്റെ അനിയത്തിയായ മിൻഹയുടെ ബോയ് ഫ്രണ്ട് ആണെന്ന കാര്യം. കാരണം അവൾക്ക് മുന്നേ നാമിനെ കണ്ട ഒരു പരിചയമില്ല. എന്തായാലും അങ്ങനെ അവിടെ ഇരുന്ന് സംസാരിക്കുന്ന ടീം അമ്മയ്ക്ക് വന്ന ആ ഒരു സാമ്പത്തിക നഷ്ടത്തെ പറ്റിയും അതിൽ അമ്മ ആകെ ഡിപ്രസ്ഡ് ആയിരിക്കുകയാണെന്നോ ഒക്കെ നാം പറയുന്നുണ്ട്. പക്ഷെ എന്തായാലും ഞാനതങ്ങനെ വിട്ടുകളയില്ല, എനിക്ക് അമ്മയെ നോക്കണം, പിന്നെ എന്റെ ലൈഫിൽ ഇപ്പൊ മറ്റൊരാളും കൂടി ഉണ്ടല്ലോ എന്നും പറഞ്ഞ് അവൻ മിൻഹയുടെ പേരെങ്ങനെ വെളിപ്പെടുത്താതെ മിൻഹയെ പറ്റി വർണ്ണിക്കുമ്പോൾ ലോകത്തെ ഏറ്റവും സുന്ദരിയായ പെൺകുട്ടി എന്നൊക്കെ പറയുന്ന ടീം ലോകത്തെ ഏറ്റവും സുന്ദരിയായ പെൺകുട്ടി എന്റെ സിയോണ, അപ്പൊ നീ സിയോണാണോടെ വായി നോക്കുന്നതെന്നല്ല. അത് കേട്ട് തേ ദേഷ്യപ്പെടുമ്പോ ഒന്ന് പോയടാന്നും പറഞ്ഞ് നാം ഇരിക്കുന്നു. ഈ സമയം തേക്ക് ഭയങ്കര ഒരു കൺഫ്യൂഷൻ ആവുന്നുണ്ട്. മറ്റൊന്നുമല്ല തായ്ലൻഡിൽ വെച്ച് സിയോണിനെ തേ കിസ് ചെയ്തിരുന്നല്ലോ. എന്തായാലും അതിനുശേഷം അവനായിട്ട് അവളോട് ഭയങ്കര കെയർ ആയിട്ട് പെരുമാറുകയാണ്. ഏതാണ്ട് ഒരു കൊച്ചു കുഞ്ഞിനെ നോക്കുന്ന കണക്ക് പുറകെ നടന്ന് ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുത്തോണ്ടേ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് കാണുന്ന മിസ്റ്റർ ഗു അല്ല എന്താ വളരെ ക്ലോസ് ആയ കണക്കുണ്ടല്ലോ എന്നൊക്കെ ഇവരെ കണ്ട് കമന്റ് അടിക്കുമ്പോൾ അതിലൊരു സന്തോഷം തേക്ക് തോന്നുന്നുണ്ട്. അവൻ ഇവർ റിലേഷനിലാണ് ഡേറ്റിംഗ് ആരംഭിച്ചെന്ന രീതിയിൽ പറയാനേ ഒരുങ്ങുന്നുണ്ട്. പക്ഷെ സിയോൺ സമ്മതിക്കുന്നില്ല. ഒന്നുമില്ല, എനിക്ക് പനിയായതുകൊണ്ട് എനിക്ക് കെയർ ചെയ്തതാണെന്ന് മാത്രമേ അവൾ പറയുന്നുള്ളൂ. അത് കേട്ട് ഡൗട്ട് തോന്നുന്നതേ നമ്മൾ കിസ് ചെയ്തില്ലേ, അതുകൊണ്ട് നമ്മൾ ഡേറ്റിംഗ് ആരംഭിച്ചില്ലേ, പിന്നെ നമ്മുടെ റിലേഷൻ ബാക്കിയുള്ളവരോട് പറഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ ഒരു ബിസിനസിന്റെ ഇടയിൽ ഇങ്ങനത്തെ റിലേഷൻ ഒന്നും ഇപ്പൊ കൊണ്ടുവന്നാൽ ശരിയാവില്ല, അത് ബിസിനസിനെ ബാധിക്കുമെന്ന് ടെൻഷൻ ആവുന്ന സിയോൺ നമ്മൾ കിസ് ചെയ്തു എന്നത് ശരിയാണ്, പക്ഷെ അത് നമ്മൾ റിലേഷനിലാണ് ഡേറ്റിംഗ് ആരംഭിച്ചു എന്നല്ല അർത്ഥം. കിസ് ചെയ്തെന്ന് പറഞ്ഞ് ഡേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല എന്ന് പറഞ്ഞ് അവള് പോകുമ്പോൾ അവൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. എന്തായാലും അവനിപ്പോ ഈ കാര്യങ്ങൾ ഓർത്താകെ ഡൗട്ട് ആയിരിക്കാണ്. നാമിന് ഈ പ്രേമ കാര്യത്തിലൊക്കെ കുറച്ചുകൂടെ തന്നെക്കാൾ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് തോന്നുന്ന ഇടാ കിസ് ചെയ്താ ഡേറ്റ് ചെയ്തു എന്നാണോ അതിന്റെ അർത്ഥം എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ പാരെ കിസ് ചെയ്തെന്നല്ല അവൻ ചോദിക്കുന്ന ടീം സിയോണിനാണെന്ന് തേ ഓപ്പൺ ആയി പറയുമ്പോഴേക്കും നാം ആകെപ്പാടെ വണ്ടർ ആവുന്നുണ്ട്. അതായത് അവൻ ഡേറ്റ് ചെയ്യുന്ന പെൺകുട്ടിയുടെ ചേച്ചിയുമായിട്ടാണ് അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് റിലേഷൻഷിപ്പിലാവാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അവളെയാണ് കിസ് ചെയ്തതെന്ന് ഓർക്കുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആവുന്ന അവൻ എന്തായാലും ഞാനിപ്പോ നിന്റെ വീട്ടിൽ പോയി നിന്നെ ഒന്ന് കണ്ടിട്ട് വരാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുമ്പോൾ ഞാൻ വീട്ടിലല്ലല്ലോ, ഞാൻ ഇവിടെയല്ലേ, നീ എന്റെ മുമ്പിൽ ഇരിപ്പില്ലേ, പിന്നെ എന്താ പ്രശ്നം എന്നെല്ലാം ചോദിക്കുമ്പോൾ എന്നാലും നിന്റെ വീട്ടിൽ പോയി ഞാൻ നിന്നെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് വേഗം സിയോണിന്റെ വീട്ടിലാണ് താമസിക്കുന്നത് എന്നറിഞ്ഞുകൊണ്ട്, അതായത് മിൻഹയും അവിടെയാണല്ലോ ഉള്ളത്, വേഗം അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ഒന്നും അറിയാത്ത മട്ടി തേയുടെ അമ്മയോട് അയ്യോ ഞാൻ തേയെ കാണാനായിട്ട് വന്നതാ, അവനിവിടെ ഇല്ല ആന്റി എന്നെല്ലാം ചോദിക്കുമ്പോൾ മിൻഹയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഇവൻ മനഃപൂർവ്വം തന്നെ കാണാനായിട്ട് വന്നതാണെന്ന്. എന്തായാലും അവിടെ വെച്ച് അവരുടെ കൂടെ ഒക്കെ ടൈം സ്പെൻഡ് ചെയ്യും. ഞാൻ കുക്ക് ചെയ്യാൻ ആന്റി എന്ന് പറഞ്ഞ തേയുടെ അമ്മയും
അമ്മയായി അവന് നല്ല പരിചയം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ കുക്ക് ചെയ്യാന്ന് പറഞ്ഞ് അവിടെ കയറി അങ്ങനെ കുക്ക് ചെയ്യും. അതിന്റെ ഇടയിൽ മിൻഹ നൈസായി നാവിന്റെ അടുത്ത് വന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും കണ്ണടച്ച് പാല് പിടിച്ചാൽ ആരും കാണില്ല എന്നുള്ള പൂച്ച കരുതുന്ന കണക്കാണ് ഇവിടെ. ഇവരാകട്ടെ നൈസായി ഓരോ ഉടായ്പ് പറഞ്ഞ് കാണുന്നതും മിണ്ടുന്നതും ഒക്കെ. പക്ഷെ ഇവർക്കിടയിൽ എന്തോ ഉണ്ടെന്ന കാര്യം മിൻഹയുടെ മുത്തശ്ശി കറക്റ്റായി നോട്ടീസ് ചെയ്യുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഹ്യുൻജുന്റെ അച്ഛനെയാണ്. തേയുടെ അച്ഛൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്ന സമയത്ത് അവിടെ വന്ന് കണ്ട് അയാളോട് പറ അത് എവിടെ വെച്ചിരിക്കുന്നതെന്നല്ല ഹ്യുൻജുന്റെ ഈ അച്ഛൻ ഭയങ്കരമായി ഷൗട്ട് ചെയ്തിരുന്നല്ലോ. അയാൾക്ക് അതിനുള്ള ഒരു ഉത്തരവും അപ്പൊ കിട്ടിയില്ല. എന്തായാലും ഇപ്പോഴും ആ ഒരു കാര്യം ആലോചിച്ചാൽ എന്നാലും അത് എവിടെ ആയിരിക്കും എന്ന് ആകെ ടെൻഷനായി അയാൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് തേയുടെ അച്ഛന്റെ സ്റ്റാഫായിരുന്ന ആ ഒരു ലേഡിയുടെ കാര്യം അയാൾ ഓർക്കുന്നത്. അയാൾ വേഗം അങ്ങോട്ടേക്ക് പുറപ്പെടുന്നു. അപ്പോഴേക്കും ഓഫീസിൽ ഇരുന്ന് തേ കമ്പനിയുടെ പഴയ കണക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ടീം 1989 ഓഗസ്റ്റ് മാസം ഏതാണ്ട് ഒരാഴ്ചത്തെ കണക്ക് അക്കൗണ്ട്സിൽ മിസ്സാണെന്ന കാര്യം അവൻ മനസ്സിലാക്കുന്നുണ്ട്. ആ പേപ്പർ കീറിയെടുത്തോണ്ട് ആരോ പോയതാണ്. പക്ഷെ ആരായിരിക്കും? എന്റെ അച്ഛനായിരിക്കും അങ്ങനെ ചെയ്തത്. എന്റെ അച്ഛൻ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ലല്ലോ. കണക്കും കാര്യങ്ങളും എല്ലാം കറക്റ്റ് ആയി നോക്കുന്ന ഒരാളല്ലേ. പിന്നെ എന്തായിരിക്കും അവിടെ സംഭവിച്ചത് എന്നെല്ലാം അവൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ആ ലേഡിയെ കണ്ടെത്തുന്ന ഹ്യുൻജുന്റെ അച്ഛൻ അവരോട് ഷൗട്ട് ചെയ്യാണ്, പറ അത് എവിടെയാണുള്ളതെന്ന് നിനക്കറിയാം, മര്യാദയ്ക്ക് പറഞ്ഞൊന്നും പറഞ്ഞ് അവരെ ഇട്ട് ഭയങ്കരമായി വിരട്ടി എന്തൊക്കെയോ പറയിപ്പിക്കാനായി അയാൾ ശ്രമിക്കുമ്പോഴേക്കും ഇവിടെ തേ ഓഫീസിലിരിക്കുമ്പോൾ അവൻ ഇപ്പൊ കണ്ടെത്തിയ ഈ കണക്കിലെ ക്രമക്കേടില് ആകെ ഡിസ്റ്റർബ്ഡ് ആയി അതും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ടീം പെട്ടെന്ന് അവിടുത്തെ ലൈറ്റ് ഓണും ഓഫ് ആവാൻ തുടങ്ങുന്നു. എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്ന കണക്ക് ഒരു തോന്നൽ അവന് വരുന്നുണ്ട്. അവനാകെ എന്താണ് ഈ നടക്കുന്നത്, എന്താണ് ഈ കണക്കിലെ ക്രമക്കേടിന് പിന്നിൽ എന്നൊന്നും മനസ്സിലാവാതെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. എന്താണ് ഹ്യുൻജുന്റെ അച്ഛന് വേണ്ട ആ ഒരു കാര്യം, അതുവഴി തേക്ക് അവന്റെ ബിസിനസിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനായി സാധിക്കും എന്നതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.